വീട് തന്നു, മക്കളെ തന്നു. ആദ്യം ഭർത്താവിനെ തന്നു, മക്കളെ തന്നു, വീട് തന്നു, അന്നദാനം കൊടുക്കാനുള്ള ഭാഗ്യം തന്നു. എല്ലാ ഭാഗ്യവും അമ്മ വഴിയിൽ തന്നു. ആ വിളിപ്പുറത്തെത്തണ ആക്കിയാൽ അമ്മയാണ്. ഞങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് പറയുന്നത്. വർഷങ്ങൾ കൊണ്ട് അമ്മയെ കാണാൻ വരെയാണ്. എത്ര തിരക്കായാലും ഒരു നോക്ക് കണ്ട് തൊഴുതിട്ടേ പോവുള്ളൂ മോളെ. പ്രയാസം തോന്നല്ലേ പറഞ്ഞതിന്. ഞങ്ങളെ വിശ്വാസമാണ് ഞങ്ങളാറ്റും അമ്മ. സത്യമാണ് പറയുന്നത്. നമ്മൾ വിളിച്ചാൽ ആ വിളി എൻ്റെ അമ്മ കേൾക്കും. എൻ്റെ ആറ്റുകാൽ അംബികെ ഈ ഇങ്ങനെ ഒരു ഗാനം പാടി ഈ പൊങ്കാല നാളുകളിൽ പ്രകാശനം നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ CD പ്രകാശനം നടത്തിയിരിക്കുകയാണ്. സ്വാതി എന്ന ഈ ഗായിക പ്രകാശനം നടത്തിയത് പന്തളം ബാലനാണ്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം. എന്തായാലും മോൾക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മോൾ ഈ അനുഭവം എങ്ങനെയാണ് കാണുന്നത്? വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു അത് ആറ്റുകാൽ അമ്മയുടെ പാട്ട് തന്നെ പാടാൻ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ആദ്യമായിട്ടാണ് പാടുന്നത്. മോള് ആ പാടിയ പാട്ടൊന്ന് പാടാമോ? ആദിസ്വരൂപിണി ആറ്റുകാലമ്മേ, അനന്തപുരീശ്വരി ആറ്റുകാലമ്മേ, തിരുനടയിൽ തൊഴുകൈയായി വണങ്ങിടുമ്പോൾ അമ്മ തൻ വാത്സല്യം തന്നീടണേ. എൻ്റെ ആറ്റുകാലംബികേ ശരണം ശരണം, എൻ്റെ ആറ്റുകാലംബികേ ശരണം ശരണം. മോളുടെ ഈ ഒരു കഴിവിനെ പറ്റി, മോൾ ഇങ്ങനെ ഒരു പാട്ട് പാടി ഇപ്പോൾ ഈ പൊങ്കാല നാളുകളിൽ പ്രകാശനം നടത്തി, അങ്ങേക്ക് എന്താണ് അവൾക്ക് അനുഗ്രഹമായി പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരു 7 വർഷമായിട്ട് എൻ്റെ ശിഷ്യയാണ്, സംഗീതം പഠിക്കുന്നുണ്ട്. ഇതൊരു വലിയ അനുഭവമാണ്. സ്വാതിയുടെ അച്ഛൻ ഇവിടുത്തെ മുൻ സ്റ്റാഫായിരുന്നു, എക്സ് മിലിറ്ററിയാണ് സജി. അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമാണ് മോളെ ഒരു വലിയ പാട്ടുകാരിയൊക്കെ. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, വലിയ പാട്ടുകാരിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രാക്ടീസ് ചെയ്യണം, കൂടുതൽ പഠിക്കണം, വിദ്യാഭ്യാസവും സംഗീതവും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഭാവിയിലെ നല്ല വാഗ്ദാനങ്ങളാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയാതെയും ജീവിക്കുന്ന ഒരു നല്ല നല്ല കുഞ്ഞായി വളരണം. അതുപോലെ തന്നെ അച്ഛനെ അമ്മ അനുസരിക്കുന്ന നല്ല മക്കളായി വരണം. സംഗീതം സാന്ത്വനമാണ്, സംഗീതം സത്യമാണ്, സംഗീതം മരുന്നാണ്, ഞാനെപ്പോഴും പറയാറുണ്ട്. അപ്പം ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണല്ലോ സംഗീതം പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ സ്വഭാവത്തിൽ പോലും നല്ല സ്വഭാവം, നല്ല മോളായിട്ട് വളരണം. അച്ഛനെ അമ്മ അനുസരിക്കുന്ന നല്ല മോളായിട്ട് തന്നെ സംഗീത രംഗത്ത് ഒരുപാട് ഉയർച്ച ഉണ്ടാകട്ടെ. അതിന് കൂടുതൽ പ്രാക്ടീസ് വേണം, കൂടുതൽ പഠിക്കണം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും ഒരുപോലെ കൊണ്ടുപോകാൻ മോൾക്ക് സാധിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇതൊരു വലിയ അങ്ങ് ഒരു ദേവീസ്തുതി പാടാമോ? ദേവി അംബികേ മഗദർശനം തരൂ ജഗദമ്മേ, എന്നും ആറ്റുകാൽ വാഴുമമ്മേ ശ്രീ ദേവി അംബികേ. ഈ ഉത്സവകാലത്ത് എല്ലാ ഭക്തജനങ്ങളും കേട്ടിരിക്കേണ്ട ഒരു ഗാനം തന്നെയാണ് അദ്ദേഹം ആലപിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അച്ഛനമ്മമാരെ അനുസരിക്കുന്ന, മനസ്സിൽ നന്മയുള്ള നല്ലൊരു കുഞ്ഞായി ഈ മകളും വളരട്ടെ, നല്ലൊരു ഗായികയാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കാലെല്ലാം വേദന, ഒത്തിരി സമയം കൊണ്ടേ ക്യൂ നിൽക്കുക. 3-4 മണിക്കൂറുണ്ടെങ്കിൽ നിന്ന് കാണും. തൊഴുതു വന്നിട്ട് അമ്മയെ നല്ലോണം തൊഴുത്. എവിടുന്നാ വരുന്നത്? കൊല്ലത്തുനിന്ന്. കൊല്ലം പള്ളിമുക്ക്. എല്ലാ വർഷവും വരും? എല്ലാ വർഷവും വരുന്നതാ. പൊങ്കാലയ്ക്കിനി അടുത്ത ആഴ്ച വന്ന് ഇവിടെ അമ്മയുടെ ഇവിടെ എവിടെയെങ്കിലും നിൽക്കുക. അതോട് നേരത്തെ വന്ന് തൊഴുന്നതാ. ചേച്ചിക്ക് പങ്കുവെക്കാൻ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ആറ്റുകാൽ അമ്മയുമായി? അമ്മയെ നമ്മൾ വർഷം തോറും ഇങ്ങനെ വരുന്ന നമ്മളെ ദുരിതങ്ങൾ മാറാനല്ലേ നമ്മൾ അമ്മയെടുത്ത് വരുന്നത്. എല്ലാം നല്ല ഇതാ. അമ്മയെ വിളിച്ചാൽ നമുക്ക് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ. എൻ്റെ കൂടെ ഇന്ദിരാമോഹൻ എന്ന അമ്മയാണ്. ഇവിടെ അമ്മയ്ക്ക് ആറ്റുകാൽ അമ്മയുടെ ഏറ്റവും അടുത്ത പരിസരവാസി തന്നെയാണ്. മണക്കാട് കുരിയാത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. അമ്മയ്ക്ക് ആറ്റുകാൽ അമ്മയെ പറ്റി പറയുമ്പോൾ എന്തെങ്കിലും ആറ്റുകാൽ അമ്മയുമായിട്ട് പറയുമ്പോൾ എൻ്റെ വീട് ആര്യനാടാണ്. എന്നെ ഈ മണക്കാട് അമ്മയുടെ നടയിൽ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 45 കൊല്ലമായി. ഈ 45 കൊല്ലം കൊണ്ട് എൻ്റെ അമ്മയാണെല്ലാം. എൻ്റെ മോൾ അഡ്വക്കേറ്റ്, ഗോവയിൽ എയർപോർട്ടിൽ എൻ്റെ ഭർത്താവ് അഡ്വക്കേറ്റ്. അമ്മയുടെ നടയിൽ വന്നാണ്, അമ്മയുടെ നടയിൽ ജനിച്ച് വളർന്ന മക്കൾ. ആ മക്കൾ അമ്മ നടയിൽ ജനിച്ച് അമ്മയുടെ മണ്ണിലാണ് നടന്നു തുടങ്ങിയത്. അമ്മയുടെ നടയിൽ വെച്ച് തന്നെ 2 പേരും ജോലി കിട്ടി, കല്യാണമായി. മോൾ അഡ്വക്കേറ്റ് എറണാകുളം, മോൻ ഗോവയിൽ എയർപോർട്ടിലാണ്. മരുമോൾ ഗോവ കോളേജ് ലെക്ചറാണ്. ഭർത്താവ് വഞ്ചൂർ കോടതിയിൽ അഡ്വക്കേറ്റാണ്. പിന്നെ CPI സെക്രട്ടറിയൊക്കെയാണ്.
അഡ്വക്കേറ്റ് കുര്യാത്തി മോഹൻ പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുന്ന ആളാണ്. എല്ലാം എൻ്റെ അമ്മയാണ് ഇത്രയും ഭാഗ്യം തന്ന്. നമ്മളെന്ത് കാര്യം വിളിച്ചാലും വിളി കേൾക്കണ അമ്മയാണ്. ഇക്കൊല്ലം എത്ര കലത്തി പൊങ്കാല ഇടുന്നുണ്ട്? ഇക്കൊല്ലം ഞാൻ 3 കലത്ത് പന്തിരുനാഴിക്ക് കൊടുത്തു. പന്തിരുനാഴി എന്ന് പറയുമ്പം 12 പക്ക അരി, അതിൽ പായസം, പയറ്, ഗണപതിക്ക് പിന്നെ മോദകം, ദേവിക്ക് തെരളി എല്ലാം കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പൊങ്കാലയിടും, അന്നദാനങ്ങൾ കൊടുക്കും, മരണ ആൾക്കാർക്ക് എല്ലാം കൊടുക്കും. അമ്മ ഈ അന്നദാനം, എനിക്കറിയാം ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും അമ്മയ്ക്ക് അതിന് എന്തെങ്കിലും ക്ഷീണം തോന്നാറുണ്ടോ? ഇത്രയും ക്ഷീണവും ഇല്ല. ആ വർഷം വരുമ്പം നിറച്ച ആൾക്കാർക്ക് ആഹാരം വെച്ച് കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, ആൾക്കാർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്ത്, കിടക്കാനുള്ള സൗകര്യം കൊടുത്ത്, എല്ലാ ഭാഗ്യത്തിനും കൊടുത്താലും ഒരു ക്ഷീണം. എന്നിട്ട് വെളുക്കണതുവരെ ഓട്ടം പോണത് കാണും. തിരിച്ച് ഓട്ടം ദേവി നടയെ കയറണതും കണ്ട് നമ്മൾ പോയാലും ഒരു ക്ഷീണവും ഇല്ല. എല്ലാം ഈ അമ്മയെ വിളിച്ചാലൊന്നും തരാത്തതില്ല. എന്തായാലും അമ്മയുടെ ആ ഒരു സന്തോഷം, ആറ്റുകാലമ്മ ജീവിതത്തിൽ കൂടെ ഉള്ള ആ ഒരു എവിടെ ഇരുന്ന് വിളിച്ചാലും. ഞാൻ എൻ്റെ ചെറുതിലെ 18 വയസ്സിൽ ആര്യനാട്ട് ഇരിക്കുമ്പോൾ അമ്മ നടയിൽ വരാനുള്ള ആ ഒരു സൗകര്യം ഇല്ലാതെ വന്നപ്പോൾ അമ്മയുടെ നടയിൽ ഒരു പ്രാവശ്യം പൊങ്കാലയിട്ട് ആ കഞ്ഞിക്കല എന്നും തൊഴുത് ഞാൻ അരിയെടുപ്പിടുമായിരുന്നു. പക്ഷെ അതിന് പകരം അമ്മ നടയിൽ വന്ന് വീട് തന്നു, മക്കളെ തന്നു. ആദ്യം ഭർത്താവിനെ തന്നു, മക്കളെ തന്നു, വീട് തന്നു, അന്നദാനം കൊടുക്കാനുള്ള ഭാഗ്യം തന്നു. എല്ലാ ഭാഗ്യവും അമ്മ വഴിയിൽ തന്നു. വരാൻ കൊതിച്ച ഞാനാണ്. അമ്മ നടയിൽ സ്വന്തം വീട് തന്നു, എല്ലാ ഭാഗ്യവും തന്നു. ഇതുപോലെയുള്ള ഒരുപാട് അമ്മമാരാണ് ഇവിടെ ഈ പരിസരത്തുള്ളത്. ഈ ഭാഗ്യം അമ്മയെ വിളിച്ച അമ്മ ആരെയും കൈവിടൂല. അമ്മ എല്ലാ ഭാഗ്യവും കൊടുക്കും. ശരി അമ്മ. ഇതുപോലുള്ള ഒരുപാട് അമ്മമാരാണ് ഇതിൻ്റെ ചുറ്റും. അമ്മ വിളിച്ചാ വിളിപ്പുറത്തെത്തണ ആറ്റിയാൽ അമ്മയാണ്. ഞങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് പറയുന്നത്. വർഷങ്ങൾ കൊണ്ട് അമ്മയെ കാണാൻ വരെയാണ്. എത്ര തിരക്കാലും ഒരു നോക്ക് കണ്ട് തൊഴുതിട്ടേ പോവുള്ളൂ മോളെ. പ്രയാസം തോന്നല്ലേ പറഞ്ഞതിന്. ഞങ്ങളെ വിശ്വാസമാണ് ഞങ്ങളാറ്റും അമ്മ. സത്യമാണ് പറയുന്നത്. നമ്മൾ വിളിച്ചാൽ ആ വിളി എൻ്റെ അമ്മ കേൾക്കും. ഇതുപോലുള്ള ഒരുപാട് മുഖങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. സംതൃപ്തിയുടെ മുഖങ്ങൾ, ഇനിയും നേടാനുള്ള പ്രാർത്ഥനയുടെ മുഖങ്ങൾ, ഒപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരെയും കരുതണേ എന്ന പ്രാർത്ഥനയോടെ ഈ പരിസരത്ത് അമ്മയെ ഓർത്ത് നടക്കുന്ന മുഖങ്ങൾ. അതാണ് ആറ്റുകാൽ അമ്മയും ആറ്റുകാൽ പൊങ്കാലയും ആറ്റുകാൽ ക്ഷേത്രവും. ഇനി എത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും? നമ്മൾ ഇത്തിരി നേരം ഇരുന്നിട്ട് പോകും. ഊണ് കഴിച്ചിട്ടേ പോവുള്ളോ? ഊണ് കഴിച്ചിട്ടേ പോകും. അവിടെ നല്ല തിരക്കുണ്ട്, ഇതിനേക്കാളും വലിയ തിരക്കാണ്. ഊണ് കഴിച്ചിട്ടേ പോകും. ഊണ് കഴിച്ചിട്ടേ പോകും. എന്നാലും കഴിച്ചിട്ടേ നമ്മള് പോകുള്ളൂ. ഒരു പിടി ചോറുണ്ടാനും കൂടെ നമ്മള്. അമ്മയുടെ ആ ഒരു ഊണുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഇന്ന് അത് വേണ്ടിയിട്ട് പ്രത്യേകം വന്നതാണ്. അമ്മ കഴിച്ചിട്ടുണ്ടോ അന്നദാനം? ഇല്ല, എല്ലാണ്ട് വന്ന് കഴിക്കുന്നുണ്ട്. വളരെ വിശേഷമാണ്. ആ കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വിഷമമാണ്. Experience was good. So for me it was first time to Sabrimala and even to this temple. So this temple we were not able to get the darshan because of the crowd. We just saw it from outside and we just prayed. So all good. Next time we'll just check it out. Yeah.